ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതെടുത്തൊന്ന് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ, അതൊന്ന് ഓതാൻ കഴിഞ്ഞാൽ മാറുമടാ ചെറുപ്പക്കാരാ. വാപ്പാ 40-ഉം 50-ഉം വയസ്സുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്താൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. എന്റെ മകൻ ഉമർ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവനും എഴുതി തള്ളിയ മനുഷ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഉമറിന്റെ അയൽവാസിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാ. പോകുന്ന വഴിയിൽ ഒരാൾ ചോദിക്കുന്നു, എവിടെ പോകുന്നു ഉമറ്? മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. ആദ്യം വീട് നന്നാക്കടാ, ആദ്യം വീട്ടുകാരെ നന്നാക്കടാ, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം ഉമറേ. നിന്റെ കൂടെ പിറപ്പ് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. ആദ്യം അവളെ നന്നാക്ക്, ആദ്യം അവളെ നന്നാക്ക്. കൂടെ പിറപ്പ് മുസ്ലിമായെന്ന വാർത്ത കേൾക്കുമ്പോ ഉമറിന് നാണക്കേടായടോ. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, ഉമർ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി കൂടപ്പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമയുടെ വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് ഒഴുകുകയാണ്. നാദാ, രക്തത്തിൽ കുളിച്ചു കൊണ്ടിരുന്ന് കരയുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് പിടഞ്ഞടോ, ഉമറിന്റെ ദേഷ്യമൊന്നു മാറിയടോ. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, എന്താണെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ പറയുന്നു, ഉമറേ, പാട്ടുപാടിയതല്ല ഉമറേ, അത് അള്ളാന്റെ കലാമാ. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാ. ഖുർആനാണ് ഞാൻ പാരായണം ചെയ്തത്. എന്നാ എനിക്കൊന്ന് തരുമോ, എനിക്കൊന്ന് തരുമോ? ഫാത്തിമ പറയുന്നു, ശുദ്ധിയില്ലാതെ തരൂല. ഉമർ ചെന്നിട്ട് ശുദ്ധിയാവുകയാ, കയ്യങ്കാലം കഴുകുകയാ, വൃത്തിയാവുകയാ. ഫാത്തിമയുടെ മുമ്പിലേക്ക് വന്നിരുന്നപ്പോ ഫാത്തിമ ഓതുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹയുടെ 3-4 ആയത്തുകളങ്ങ് ഓതിക്കൊടുത്തപ്പോ കാട്ടാളനായ ഉമർ നന്നായടോ. ഉമറിന്റെ